എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ ചില ഘട്ടങ്ങൾ ഉണ്ടാകും. എന്തോ നല്ലത് സംഭവിക്കാനിരിക്കുകയാണ് എന്നൊരു തോന്നൽ ഉള്ളിൽ ഉയരുന്ന സമയം. കാരണമറിയില്ല, പക്ഷേ ജീവിതം മാറാൻ പോകുന്നു എന്നൊരു ശാന്തമായ വിശ്വാസം മനസ്സിൽ രൂപപ്പെടും. സമ്പത്ത് എന്നത് പണം മാത്രമല്ല, അത് അവസരങ്ങൾ, സ്ഥിരത, ആത്മവിശ്വാസം, ജീവിത സൗകര്യം, വളർച്ച എന്നിവയുടെ സമാഹാരമാണ്. എന്നാൽ ഈ സമൃദ്ധി നമ്മുടെ ജീവിതത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ ചില സൂചനകൾ പ്രത്യക്ഷപ്പെടുന്നു എന്ന് പല ആത്മീയവും മനഃശാസ്ത്രപരവുമായ കാഴ്ചപ്പാടുകൾ പറയുന്നു. യൂണിവേഴ്സ് അഥവാ ഈ മഹാപ്രപഞ്ചം നമ്മുടെ ചിന്തകൾക്കും വിശ്വാസങ്ങൾക്കും പ്രതികരിക്കുന്നുവെന്ന ആശയം ഇന്ന് ലോകമെമ്പാടും ചർച്ച ചെയ്യപ്പെടുന്നു. നമ്മുടെ ഉള്ളിൽ മാറ്റം തുടങ്ങുമ്പോൾ ജീവിതത്തിൽ അവസരങ്ങൾ തുറക്കുന്നു, പഴയ തടസ്സങ്ങൾ മാറുന്നു, പുതിയ ആളുകൾ എത്തുന്നു, ധൈര്യം വർദ്ധിക്കുന്നു, സമൃദ്ധിയുടെ ബോധം ഉയരുന്നു. ഈ വീഡിയോയിൽ നാം പരിശോധിക്കാൻ പോകുന്നത് സമ്പത്ത് വരുന്നതിന് മുൻപ് യൂണിവേഴ്സ് നൽകുന്ന സൂചനകൾ എന്തൊക്കെയാണ്, ആന്തരിക മാറ്റങ്ങൾ എങ്ങനെ സാമ്പത്തിക സമൃദ്ധിയിലേക്ക് നയിക്കുന്നു, അതുപോലെ തന്നെ ജീവിതത്തിൽ സമ്പത്ത് ആരംഭിക്കുന്ന നിശബ്ദമായ ഘട്ടങ്ങൾ എങ്ങനെ തിരിച്ചറിയാം എന്നിവയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റത്തിൻ്റെ ഘട്ടത്തിലാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കായിരിക്കും. മനുഷ്യൻ്റെ ജീവിതയാത്രയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മൾ ഒരുപാട് വ്യത്യസ്ത ലക്ഷ്യങ്ങൾ കാണുന്നു. ചിലർ സന്തോഷം തേടുന്നു, ചിലർ സമാധാനം തേടുന്നു, ചിലർ അംഗീകാരം തേടുന്നു, ചിലർ സ്നേഹം തേടുന്നു. എന്നാൽ ഈ എല്ലാ ലക്ഷ്യങ്ങളുടെയും പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു സാധാരണ ആഗ്രഹം സമൃദ്ധമായ ജീവിതം എന്നതാണ്. ഈ സമൃദ്ധി സാമ്പത്തികമായി സുരക്ഷിതമായ ഒരു അവസ്ഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സമ്പത്ത് എപ്പോൾ വരും, എനിക്ക് സാമ്പത്തികമായി നല്ല സമയം എപ്പോൾ തുടങ്ങും എന്ന ചോദ്യങ്ങൾ മനുഷ്യൻ്റെ ഉള്ളിൽ സ്ഥിരമായി ഉയരുന്നു. ആത്മീയ ചിന്താഗതികളിലും ആധുനിക സ്വയം വികസന തത്വങ്ങളിലും ഈ ചോദ്യം പലപ്പോഴും യൂണിവേഴ്സ് നൽകുന്ന സന്ദേശങ്ങൾ എന്ന ആശയത്തിലൂടെ വിശദീകരിക്കപ്പെടുന്നു. യൂണിവേഴ്സ് അഥവാ ഈ മഹാപ്രപഞ്ചം ഒരു ജീവന്തമായ ബുദ്ധിശക്തിയുള്ള സംവിധാനമാണ്. മനുഷ്യൻ്റെ ചിന്തകളുമായി, വികാരങ്ങളുമായി, വിശ്വാസങ്ങളുമായി, പ്രവൃത്തികളുമായി പരസ്പരം പ്രതികരിക്കുന്നതാണെന്ന് പല ആത്മീയ പാഠങ്ങളും വ്യക്തമാക്കുന്നു. ഈ കാഴ്ചപ്പാടിൽ സമ്പത്ത് ഒരു പുറം സംഭവം മാത്രമല്ല, അത് ഒരു ആന്തരിക അവസ്ഥയുടെ പ്രകടനമാണ്. ആദ്യം മനുഷ്യൻ്റെ ഉള്ളിൽ സമൃദ്ധി രൂപപ്പെടുന്നു. പിന്നീട് അത് ജീവിതത്തിൽ അവസരങ്ങളായി, ബന്ധങ്ങളായി, വരുമാനമായി, നേട്ടങ്ങളായി പ്രകടമാകുന്നു. അതിനാൽ സമ്പത്ത് വരുന്നതിന് മുൻപ് തന്നെ ജീവിതത്തിൽ ചില സൂചനകൾ പ്രത്യക്ഷപ്പെടുന്നു. ഇവയെ ആത്മീയപരമായ ഭാഷയിൽ യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജുകൾ എന്ന് വിളിക്കുന്നു. ഈ സൂചനകൾ പലപ്പോഴും ആളുകൾ തിരിച്ചറിയാറില്ല. കാരണം അവർ സമ്പത്തിനെ ഒരു വലിയ സംഭവമായി മാത്രം കാത്തിരിക്കുന്നു. വലിയ പണം, വലിയ വിജയം, വലിയ മാറ്റം. എന്നാൽ സമ്പത്ത് സാധാരണയായി ചെറിയ ആന്തരിക മാറ്റങ്ങളിലൂടെ തുടങ്ങുന്നു. ഉള്ളിലെ സമൃദ്ധി ബോധത്തിൻ്റെ ഉണർവ്. സമ്പത്ത് വരുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യ സൂചന എന്നത് നിങ്ങളുടെ ഉള്ളിലെ സമൃദ്ധി ബോധത്തിൻ്റെ ഉണർവാണ്. ഒരു വ്യക്തി ജീവിതത്തെ കുറവിൻ്റെ കണ്ണാടിയിലൂടെ കാണുമ്പോൾ അവൻ എപ്പോഴും അഭാവം അനുഭവിക്കും. എന്ത് ലഭിച്ചാലും അത് മതിയാകില്ല. അവസരങ്ങൾ കാണാൻ കഴിയില്ല. വിജയങ്ങൾ വിലമതിക്കപ്പെടില്ല. കാരണം അവൻ്റെ മനസ്സ് എനിക്കില്ല എന്ന വിശ്വാസത്തിൽ പ്രവർത്തിക്കുന്നു. എന്നാൽ ഒരു സമയം ഈ വിശ്വാസം പതിയെ മാറുന്നു. വ്യക്തി ഉള്ളിലൊരു പുതിയ അനുഭവം അനുഭവിക്കുന്നു. എൻ്റെ ജീവിതം മെച്ചപ്പെടും, എനിക്ക് അവസരങ്ങൾ ലഭിക്കും, ഞാൻ വളരും എന്ന ശാന്തമായ ആത്മവിശ്വാസം. ഇത് പെട്ടെന്ന് ഉണ്ടാകുന്നില്ല. ചെറിയ മാറ്റങ്ങളിലൂടെ ഇത് രൂപപ്പെടുന്നു. നന്ദിബോധം വളരുന്നു.
താരതമ്യം കുറയുന്നു, സ്വയം വിമർശനം കുറയുന്നു, പ്രതീക്ഷ ഉയരുന്നു. ഒരു സ്ത്രീയുടെ അനുഭവം ഇതിന് ഉദാഹരണമാണ്. സാമ്പത്തികമായി ഏറെ ബുദ്ധിമുട്ടിലായിരുന്ന അവൾ എപ്പോഴും മറ്റുള്ളവരെ താരതമ്യം ചെയ്ത് വിഷമിച്ചിരുന്നതായിരുന്നു. അവൾക്ക് ജീവിതം അന്യായമാണെന്ന് തോന്നി. എന്നാൽ ഒരു ദിവസം അവൾ ഒരു ചെറിയ തീരുമാനമെടുത്തു. എനിക്ക് ഇതിനകം ഉള്ളതിനോട് നന്ദി പറയണം എന്ന തീരുമാനം. ആദ്യം അത് ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ അവൾ തുടർന്നു. ദിവസവും 3 കാര്യങ്ങൾക്ക് നന്ദി പറയാൻ തുടങ്ങി. കുറച്ച് മാസങ്ങൾക്കുള്ളിൽ അവളുടെ മനോഭാവം മാറി. അവൾ പിന്നീട് പറയുന്നത്, പണം വരുന്നതിന് മുൻപ് തന്നെ ഞാൻ ഉള്ളിൽ സമ്പന്നയായി എന്നായിരുന്നു. അതിനുശേഷം അവൾക്കു ലഭിച്ച അവസരങ്ങൾ അവളുടെ ജീവിതം മാറ്റി. ഇത് മനഃശാസ്ത്രപരമായും ശരിയാണ്. നന്ദിബോധം മനുഷ്യന്റെ ശ്രദ്ധയെ കുറവിൽ നിന്ന് സമൃദ്ധിയിലേക്ക് മാറ്റുന്നു. ശ്രദ്ധ മാറുമ്പോൾ അനുഭവവും മാറുന്നു. ഇത് അവളുടെ മാത്രം അനുഭവമല്ല, ഒട്ടേറെ ആളുകളുടെ അനുഭവമാണ്. അവസരങ്ങളെ കാണാനുള്ള ശേഷിയുടെ വർധനം. സമ്പത്ത് അടുത്തു വരുമ്പോൾ മനുഷ്യന്റെ മനസ്സിൽ ഒരു പ്രധാന മാറ്റം സംഭവിക്കുന്നു. അവസരങ്ങളെ കാണാനുള്ള കഴിവ് വർദ്ധിക്കുന്നു. മുമ്പ് കണ്ടിരുന്ന അതേ ലോകം ഇപ്പോൾ വ്യത്യസ്തമായി തോന്നുന്നു. മുമ്പ് ശ്രദ്ധിക്കാത്ത സാധ്യതകൾ ഇപ്പോൾ വ്യക്തമായി കാണുന്നു. ഇത് ഒരു അത്ഭുതമല്ല, മനസ്സിൻ്റെ പ്രവർത്തന രീതിയാണ്. മനുഷ്യൻ്റെ മസ്തിഷ്കം ഫിൽട്ടർ പോലെ പ്രവർത്തിക്കുന്നു. നാം എന്ത് വിശ്വസിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അത് വിവരങ്ങൾ തിരഞ്ഞെടുക്കുന്നു. എനിക്ക് അവസരമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് അവസരങ്ങൾ കാണാൻ കഴിയില്ല. എനിക്ക് അവസരങ്ങൾ വരും എന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് ചെറിയ സാധ്യതകളും കാണാം. ഒരു യുവാവിൻ്റെ അനുഭവം ശ്രദ്ധേയമാണ്. അവൻ വർഷങ്ങളോളം ജോലി അന്വേഷിച്ചെങ്കിലും വിജയിച്ചില്ല. അവൻ ജീവിതം തന്നെ എതിരാണ് എന്ന് കരുതി. പിന്നീട് അവൻ തൻ്റെ കഴിവുകൾ വിലയിരുത്തി, പുതിയ പരിശീലനം നേടി, നെറ്റ്വർക്കിംഗ് ആരംഭിച്ചു. അവൻ പിന്നീട് പറഞ്ഞത്, അവസരങ്ങൾ പെട്ടെന്ന് വന്നില്ല, ഞാൻ അവയെ കാണാൻ തുടങ്ങി. ഇതാണ് സമ്പത്ത് വരുന്നതിൻ്റെ പ്രധാന സൂചനകളിലൊന്ന്. പഴയ തടസ്സങ്ങളുടെ തകർച്ച. സമ്പത്ത് വരുന്നതിന് മുൻപ് പലപ്പോഴും ജീവിതത്തിൽ ചില തകർച്ചകൾ സംഭവിക്കുന്നു. പഴയ ജോലി നഷ്ടപ്പെടാം, പഴയ ബന്ധങ്ങൾ മാറാം, പഴയ പദ്ധതികൾ അവസാനിക്കാം. ആദ്യം ഇത് നഷ്ടമായി തോന്നും. എന്നാൽ പിന്നീട് മനസ്സിലാകും അത് പുതിയതിനുള്ള സ്ഥലം സൃഷ്ടിക്കുകയായിരുന്നു എന്ന്. ഇനി ഞാനൊരു വ്യക്തിയുടെ അനുഭവം പറയാം. ഈ വ്യക്തി ചിലപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ആയിരിക്കാം. അവൻ സുരക്ഷിതമായെങ്കിലും കുറഞ്ഞ വരുമാനമുള്ള ജോലിയിൽ വർഷങ്ങളോളം തുടർന്നു. അവൻ മാറ്റത്തിന് പേടിച്ചു. എന്നാൽ കുറച്ചു നാളുകൾക്ക് ശേഷം ചില കാരണങ്ങളാൽ കമ്പനി എന്നേക്കുമായി അടഞ്ഞു. അവൻ നിരാശനായി. അവൻ പിന്നീട് തൻ്റെ കഴിവുകൾ ഉപയോഗിച്ച് ചെറിയ ബിസിനസ് തുടങ്ങി. കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ അത് വളർന്നു. അവൻ പിന്നീട് പറഞ്ഞത്, എൻ്റെ ജോലി നഷ്ടപ്പെട്ടത് തന്നെയാണ് എൻ്റെ സമ്പത്തിൻ്റെ തുടക്കം എന്നാണ്. പല ആത്മീയ വീക്ഷണങ്ങളും പറയുന്നു, പഴയത് തകരാതെ പുതിയത് വരില്ല. ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ കംഫർട്ട് സോണിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും നേടാൻ കഴിയില്ല. ആ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് വരൂ. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകൂ. അതുപോലെ തന്നെ ബന്ധങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ. സമ്പത്ത് അടുത്തു വരുമ്പോൾ മനുഷ്യൻ്റെ സാമൂഹിക വലയത്തിലും മാറ്റം സംഭവിക്കുന്നു. പ്രചോദനം നൽകുന്ന ആളുകൾ ജീവിതത്തിൽ എത്തുന്നു. പിന്തുണ നൽകുന്ന ബന്ധങ്ങൾ വളരുന്നു. നെഗറ്റീവ് സ്വാധീനങ്ങൾ കുറയുന്നു. ഇത് യാദൃശ്ചികമല്ല. മനുഷ്യൻ്റെ മനോഭാവം മാറുമ്പോൾ അവൻ തിരഞ്ഞെടുക്കുന്ന ബന്ധങ്ങളും മാറുന്നു. ഒരു സ്ത്രീയുടെ അനുഭവം ഞാൻ പറയാം. അവൾ വർഷങ്ങളോളം നിരാശയുള്ള ആളുകളുടെ കൂട്ടത്തിൽ ജീവിച്ചു. അവൾക്കും അതേ മനോഭാവം ഉണ്ടായി. പിന്നീട് അവൾ സ്വയം വികസന ഗ്രൂപ്പുകളിൽ പങ്കെടുത്തു. അവൾ പിന്നീട് പറഞ്ഞു, എൻ്റെ ജീവിതം മാറിയത് ആളുകൾ മാറിയപ്പോഴാണ്. ബന്ധങ്ങൾ സമ്പത്തിൻ്റെ വലിയ ഘടകമാണ്. അവസരങ്ങൾ പലപ്പോഴും ബന്ധങ്ങളിലൂടെ വരുന്നു. അടുത്തതായി ധൈര്യത്തിൻ്റെ വർധനം. സമ്പത്ത് വരുന്നതിന് മുൻപ് മനുഷ്യൻ്റെ ഉള്ളിൽ ധൈര്യം വർദ്ധിക്കുന്നു. മുമ്പ് പേടിച്ചിരുന്ന കാര്യങ്ങൾ ചെയ്യാൻ തോന്നുന്നു. പുതിയ ശ്രമങ്ങൾ തുടങ്ങാൻ താല്പര്യമുണ്ടാകും. പരാജയത്തെക്കുറിച്ചുള്ള പേടി കുറയും. ഒരു യുവാവ് റിസ്ക് എടുക്കാൻ പേടിച്ചിരുന്നുവെന്ന് പറഞ്ഞു.
എന്നാൽ ഒരു ദിവസം അവൻ തീരുമാനിച്ചു, ഞാൻ ശ്രമിക്കണം. അവൻ ചെറിയ സംരംഭം തുടങ്ങി. ആദ്യത്തിൽ ചെറിയ വിജയം, പിന്നീട് വളർച്ച. അവൻ പിന്നീട് പറഞ്ഞു, ഞാൻ ധൈര്യം കണ്ടെത്തിയപ്പോഴാണ് സമ്പത്ത് വന്നത് എന്ന്. ധൈര്യമില്ലാതെ സമ്പത്ത് എന്നത് അപൂർവമാണ്. അതിനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ആവർത്തിച്ചു വരുന്ന ആശയങ്ങൾ, അതുപോലെ തന്നെ സമ്പത്ത് അടുത്തു വരുമ്പോൾ ചില ആശയങ്ങൾ നിരന്തരം മനസ്സിൽ വരും. ഒരു പ്രത്യേക ജോലി, ഒരു ബിസിനസ് ആശയം, ഒരു കഴിവിൻ്റെ ഉപയോഗം. ഇത് പലരും അകത്തെ വിളി എന്ന് വിളിക്കുന്നു, ഉൾവിളി എന്ന് വിളിക്കുന്നു. ഈ ആവർത്തന ചിന്തകൾ പലപ്പോഴും വ്യക്തിയുടെ കഴിവുകളുമായി ബന്ധപ്പെട്ടിരിക്കും. അവയെ പിന്തുടർന്നാൽ അവസരങ്ങൾ തുറക്കും, വരുമാനമുണ്ടാകും. ചെറിയ സാമ്പത്തിക അനുഗ്രഹങ്ങളുടെ തുടക്കം. വലിയ സാമ്പത്തികത്തിന് മുൻപ് ചെറിയ സാമ്പത്തിക നേട്ടങ്ങൾ കടന്നുവരാം. അപ്രതീക്ഷിതമായി ലഭിക്കുന്ന തുക, ചിലവ് കുറയുന്ന അവസരം, ലാഭകരമായ ഇടപാട്. ഇത് പലരും സമ്പത്ത് വരുന്നതിൻ്റെ സൂചനയായി കാണുന്നു. അടുത്തതായി നന്ദിബോധത്തിൻ്റെ ആഴമാണ്. സമ്പത്ത് വരുന്നതിന് മുൻപ് നന്ദിബോധം ആഴപ്പെടുന്നു. ഇതിനകം ഉള്ളതിനോടുള്ള നന്ദി, ജീവിതത്തോടുള്ള നന്ദി, അവസരങ്ങളോടുള്ള നന്ദി. നന്ദി മനസ്സിനെ കുറവിൽ നിന്ന് സമൃദ്ധിയിലേക്ക് മാറ്റുന്നു. അതുപോലെ തന്നെ സമ്പത്തിനെക്കുറിച്ചുള്ള വിശ്വാസത്തിൻ്റെ മാറ്റം. പണം ദോഷമാണ്, സമ്പന്നർ മോശമാണ്, എനിക്ക് ലഭിക്കില്ല. ഈ വിശ്വാസങ്ങൾ മാറുമ്പോൾ മനുഷ്യൻ സമ്പത്തിനെ സ്വീകരിക്കും. എല്ലാം പോസിറ്റീവായി മാത്രം ചിന്തിക്കുക. ദിശാബോധത്തിൻ്റെ വ്യക്തത. സമ്പത്ത് അടുത്തു വരുമ്പോൾ എനിക്ക് എന്ത് ചെയ്യണം എന്നതിൽ വ്യക്തത വരും. മുമ്പ് ആശയക്കുഴപ്പം ആയിരുന്നു. ഇപ്പോൾ ആ ലക്ഷ്യം കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അത് വലിയൊരു മാറ്റമാണ്. വെറും ആലോചന മാത്രമുണ്ടായാൽ ഒന്നും നടക്കില്ല. ആലോചനയിൽ നിന്ന് ആ ആലോചന പ്രവൃത്തിയിലേക്ക് നീങ്ങണം. പ്രവർത്തനം നടപ്പിലായാൽ മാത്രമേ സമ്പത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ, സമ്പത്ത് നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. പരാജയങ്ങൾ ഉണ്ടാകാം ജീവിതത്തിൽ, പക്ഷേ അത് ഒരു പഠനമായി മാറ്റണം. പരാജയത്തിൽ നിന്നും പഠിച്ച പാഠങ്ങൾ, ആ നഷ്ടങ്ങൾ നിങ്ങളുടെ അനുഭവമാക്കണം. ഈ മനോഭാവം നിങ്ങളിലേക്ക് സമ്പത്ത് എത്താൻ സഹായിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പരാജയങ്ങൾ നിങ്ങളുടെ വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളാണ്. അതുകൊണ്ട് ഒരിക്കലും പരാജയത്തിൽ സങ്കടപ്പെടേണ്ടതില്ല. ഉള്ളിലെ സമാധാനമാണ് നിങ്ങൾക്ക് വേണ്ടത്. പണമില്ലാത്ത സമയത്തും എൻ്റെ ജീവിതം മെച്ചപ്പെടും എന്ന വിശ്വാസം. ഇത് ആത്മവിശ്വാസത്തിൻ്റെ ആഴം നിങ്ങളിലേക്ക് കൂട്ടും. മനസ്സ് എന്നും ജീവിതം മെച്ചപ്പെടും എന്ന രീതിയിൽ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുക തന്നെ ചെയ്യും. കഴിവുകളുടെ തിരിച്ചറിവ്. സ്വന്തം കഴിവുകൾ വിലമതിക്കണം. അതുപോലെ തന്നെ അവ പ്രയോഗിക്കുകയും വേണം. ആ കഴിവുകളിലൂടെ നിങ്ങളുടെ കഴിവുകൾ കണ്ടെത്തി അതിലൂടെ നിങ്ങൾ വരുമാനമുണ്ടാക്കണം. എങ്കിൽ ആരുടെ മുന്നിലും കൈനീട്ടാതെ സ്വന്തം കാലിൽ നിങ്ങൾക്ക് നിൽക്കാൻ കഴിയും. അതുപോലെ തന്നെ നിങ്ങളുടെ സമയത്തെയും നിങ്ങൾ മാനിക്കണം. സമയം പാഴാക്കാതെ അത് ഉപയോഗിക്കണം. സ്ഥിരമായ ചെറിയ ശ്രമങ്ങൾ. ഒരിക്കലും എനിക്ക് കഴിയില്ല എന്ന് കരുതി പിന്നോട്ട് പോകരുത്. ഒരു സമയവും പാഴാക്കാതെ ചെറിയ ചെറിയ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുക. ഇത് സാമ്പത്തിക വളർച്ചയുടെ അടിസ്ഥാനമാണ്. വെറുതെ ഇരുന്നാൽ ഒന്നും ആരും കൊണ്ടുവരില്ല. നിങ്ങൾ തന്നെ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ആത്മബോധത്തിൻ്റെ ഉയർച്ചയാണ് വേണ്ടത്. ഞാൻ വിലപ്പെട്ടവൻ, എൻ്റെ പരിശ്രമത്തിന് വില വേണം. ഇത് സമ്പത്തിനുള്ള അടിസ്ഥാന തത്വമാണ്. എപ്പോഴും ഇത് മന്ത്രിച്ചു കൊണ്ടേയിരിക്കുക. ഒരിക്കലും താൻ മോശപ്പെട്ടവനാണ് എന്ന് ചിന്തിക്കരുത്. അതുകൊണ്ട് തന്നെ സമ്പത്ത് ഒരു സംഭവം മാത്രമല്ല, അത് ഒരു ആന്തരിക അവസ്ഥയുടെ പ്രകടനമാണ്. സമ്പത്ത് പുറത്തു വരുന്നതിന് മുൻപ് മനസ്സിൽ രൂപപ്പെടുന്നു, വിശ്വാസത്തിൽ വളരുന്നു, പ്രവൃത്തിയിൽ അത് പ്രകടമാകുന്നു. ജീവിതത്തിൽ ഈ മാറ്റങ്ങൾ ആരംഭിക്കുമ്പോൾ പലരും പറയുന്നു, എൻ്റെ ജീവിതത്തിൽ സമ്പത്ത് വരാൻ തുടങ്ങി. ജീവിതത്തിൽ സമ്പത്ത് വരുന്നതിന് മുൻപ് അത് പലപ്പോഴും നിശബ്ദമായി നമ്മുടെ ഉള്ളിൽ ആരംഭിക്കുന്നു. വിശ്വാസത്തിൽ, ദൃഷ്ടിയിൽ, തീരുമാനങ്ങളിൽ, പ്രവർത്തനങ്ങളിൽ. നമ്മൾ മാറുമ്പോൾ ജീവിതം മാറുന്നു. മനോഭാവം മാറുമ്പോൾ അവസരങ്ങൾ കാണുന്നു. അവസരങ്ങൾ സ്വീകരിക്കുമ്പോൾ സമൃദ്ധി വളരുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഈ സൂചനകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ അനുഭവങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതൂ. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ.
അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. ഈ അറിവ് മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കാനായി വീഡിയോ ഷെയർ ചെയ്യൂ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. എല്ലാവരുടെയും ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും സമ്പത്തും വന്നു ചേരട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തൊരു ഉപയോഗപ്രദമായിട്ടുള്ള വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.